അനുവാദമില്ലാതെ തന്റെ വീഡിയോകളും ഫോട്ടോയും ഉപയോഗിച്ച് മോശം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ സമൂഹത്തിൽ അപമാനിച്ചെന്ന് കാട്ടി ട്രാൻസ് വുമണും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസി ആഷിഖ് ഹൈക്കോടതിയെ സമീപിച്ചു. സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ അടക്കം 4 പേരെ എതിർകക്ഷികളാക്കിയാണ് ജാസി ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തത്. ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു എന്നുമാണ് പരാതി. സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചെന്നും അനുവാദമില്ലാതെ തന്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് സ്വന്തം അക്കൗണ്ടിലൂടെ മോശമായി രീതിയിൽ പ്രചരിപ്പിച്ചെന്നും പരാതിയിലുണ്ട്. ജീവിക്കാനും മൗലികാവകാശത്തിന്മേലുമുള്ള കടന്നുകയറ്റമായി കണ്ട് അടിയന്തര പ്രാധാന്യമർഹിക്കുന്ന നടപടി ആവശ്യപ്പെട്ടാണ് അഭിഭാഷകൻ മുഖേന പരാതി നൽകിയത്. ഈ കേസ് കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് എൻ്റെ വീഡിയോസ് എടുത്ത് ഇയാളുടെ അക്കൗണ്ടിൽ വീഡിയോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് എൻ്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ മിസ്ജെൻഡർ ചെയ്ത രീതിയിലൊക്കെയാണ് ഇയാൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ വളരെ മോശം ആവുന്ന രീതിയിലാണ് ഇയാൾ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇത് പ്രതികരിക്കുന്നത്. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ജാസി എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് നിർത്തിക്കോളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഇയാൾ നിരന്തരമായിട്ട് എൻ്റെ വീഡിയോസ് എടുത്തിട്ട്, ഞാൻ ഇയാളെ ബ്ലോക്കാണ് ഓൾറെഡി, എങ്കിൽ പോലും എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇയാൾ വളരെ മോശമായ രീതിയിൽ കുട്ടികൾ കാണാനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ കാണുന്ന രീതിയിൽ, അറക്കുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ എൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു നിൽക്കാനും അത് കേട്ട് നിൽക്കാനും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് ഞാൻ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അതിലെനിക്ക് നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ഒരു നടപടി കിട്ടുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഉറച്ചു തന്നെയാണ് ഈ കേസുമായി ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും ഈ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോയി എൻ്റെ അവകാശങ്ങൾ ഞാൻ നേടിയെടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തന്റെ അനുവാദമില്ലാതെ തന്റെ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് കണ്ടന്റ് ചെയ്ത് സമൂഹത്തിൽ അപമാനിച്ചെന്ന് ജാസി പറയുന്നു. കുട്ടികളടക്കമുള്ളവർക്ക് കേൾക്കാൻ പോലും അറപ്പുളവാക്കുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. തന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിൽ, തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇയാളുടെ ഓരോ വീഡിയോകളുമെന്നും പരാതിയിലുണ്ട്. സ്വന്തം വ്യക്തി താൽപര്യത്തിനായി എതിർകക്ഷി തന്നെ കരുവാക്കിയത് മൂലം താൻ മാനസികമായി തകർന്നിരിക്കുകയാണെന്നും ജാസിയുടെ പരാതിയിലുണ്ട്. പലകുറി സുഹൃത്തുക്കൾ ചോദിച്ചപ്പോഴും നിർത്തിക്കോളുമെന്ന് കരുതിയാണ് ഇത്രകാലം മിണ്ടാതിരുന്നത്. കണ്ടും കേട്ടും നിൽക്കാനാകാത്ത സാഹചര്യത്തിലാണ് കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവകാശങ്ങൾ നേടിയെടുക്കും വരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും ജാസി വ്യക്തമാക്കി. കേസിൽ 4 കക്ഷികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയക്കും. ഒപ്പം ഇത്തരം വീഡിയോകളിൽ തന്നെ അധിക്ഷേപിച്ച് കമന്റ് ചെയ്യുന്നവർക്കെതിരെയും കേസെടുക്കണമെന്ന് ജാസി പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.